പ്രായക്കാരെയും ഒരേപോലെ എഫക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്നതാണ് നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, നമ്മുടെ മുടി എങ്ങനെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പലപ്പോഴും പലരും ശ്രദ്ധിക്കാറുണ്ട്. അതിപ്പോൾ ഒരു ഹെൽത്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും സെയിൽസ് സംബന്ധമായിട്ടുള്ള ജോലികൾ, ടീച്ചിങ് ഫീൽഡ്, എല്ലാത്തിലും ഇതിപ്പോൾ ജഡ്ജ്ഡ് ആവുന്ന ഒരു എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ പ്രായം കുറഞ്ഞു കാണാനും പലരും ശ്രമിക്കാറുണ്ട്. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഹെൽത്തി രൂപത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ടത് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഞാൻ ഡോക്ടർ റെയ്ഹാന റഷീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നോർമൽ ആയിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിലും വീട്ടിലും തന്നെയായിട്ട് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. നമ്മൾ ഏതൊരു സമൂഹത്തിൽ എന്തെങ്കിലും ഇവന്റ് ആയിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എപ്പോൾ ചെല്ലുമ്പോൾ ആൾക്കാർ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ആണ്. നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, അവിടെ സ്പോട്സ് ഉണ്ടോ, എന്തെങ്കിലും ആക്നെ മാർക്സ് ഉണ്ടോ, മറ്റെന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ സ്കിൻ എങ്ങനെ നമുക്ക് ഗ്ലോയിങ് ആയിട്ട് വെക്കാം, എത്രത്തോളം നമുക്ക് ഏജ് കുറഞ്ഞ രൂപത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് ഓൾറെഡി നമുക്കുള്ള ഡാമേജുകളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഓൾറെഡി ഉള്ള നമ്മുടെ സ്കിന്നിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഫർദർ ഡാമേജിനെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏജിങ് എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ബേസിക് കാര്യങ്ങളുമായിട്ടാണ്. നമ്മൾ ഡെയിലി ബേസിസിൽ ഒരു കോർപ്പറേറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ വേണ്ടത് 2 തരത്തിലുള്ള സ്കിൻ കെയർ റൂട്ടീൻസ് ആണ്. നമുക്ക് ആദ്യം യങ്ങർ ഏജിലുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കാം. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്കൊരു സിമ്പിൾ സ്കിൻ റൂട്ടീൻ ഫസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ വേണ്ടതാണോ ഒരു ജെന്റിൽ ക്ലെൻസർ അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് വാഷ്. സെറ്റാഫിൽ, സെറാവെ പോലുള്ള വളരെ സേഫ് ആൻഡ് നല്ല ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലത്തെ ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. പിന്നെ ഒരു ഗുഡ് ക്വാളിറ്റിയിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ എത്രത്തോളം ഡ്രൈ ആണ്, ഓയിലി ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ആ സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. 1 ടൈം ഡെയിലി മോർണിംഗ്, 1 ടൈം ഡെയിലി നൈറ്റ്, ഈ ഒരു 2 സമയത്ത് അപ്ലൈ ചെയ്യുക. ഇതിന് ശേഷം എപ്പോൾ പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഒരു സൺസ്ക്രീൻ. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഒരു 22, 23 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ളത്, സ്കൂൾ ഗോയിങ് ആൻഡ് കോളേജ് ഗോയിങ്. ഇതേപോലെ മുതിർന്നവർക്കുള്ള സ്കിൻ കെയർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മോർണിംഗ് റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു നല്ല ഫേസ് വാഷ് അല്ലെങ്കിൽ ഫോമിംഗ് ക്ലെൻസർ യൂസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ഓയിലി ആണെന്ന് നോക്കിയിട്ടാണ് ഈ കാറ്റഗറീസിലുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, അത് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതുവരെ ഉള്ളത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ ഈ മോയ്സ്ചറൈസറിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മിനിമം ഒരു SPF 50 എങ്കിലും ഉള്ള സൺസ്ക്രീൻ. ഇതാണ് നിങ്ങൾ മോർണിംഗ് റൂട്ടീനിൽ വേണ്ടത്. ഇതിനേക്ക് അപ്പുറത്തായിട്ടുള്ള ഒന്നും തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള, ഇഫ് യു ഹാവ് എനി സ്കിൻ കൺസേൺസ്, എന്തെങ്കിലും സ്കിൻ ഡയഗ്നോസിസോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ടൈം റൂട്ടീൻ. നൈറ്റ് ടൈമിൽ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ പക്ഷേ നിങ്ങളുടെ SPFന് പകരം, അതായത് സൺസ്ക്രീന് പകരം നിങ്ങളൊരു ഗുഡ് ക്വാളിറ്റിയിലുള്ള റെറ്റിനോൾ ബേസ്ഡോ ട്രെറ്റിനോൾ ബേസ്ഡോ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ലോവർ കോൺസെൻട്രേഷനിൽ മാത്രം അത് സ്റ്റാർട്ട് ചെയ്യുക. ബിഗിനിങ് ടൈമിൽ, അതായത് തുടക്കക്കാര് ഇത് എപ്പോഴും ചെയ്യേണ്ടത് മോയ്സ്ചറൈസറിന് ഒരു സാൻഡ്വിച്ച് മെത്തേഡ് പോലെയാണ് റെറ്റിനോൾ അല്ലെങ്കിൽ ട്രെറ്റിനോയിഡ് ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ, എന്നിട്ടൊരു പീസ് സൈസ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു അംശം, കൈൻ്റെ ഒരു തുമ്പത്ത് മാത്രം ഒരു ചെറിയ സർക്കിൾ, അത്രത്തോളം എമൗണ്ട് മാത്രം എടുത്തിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം പിന്നെ ഒരു കോട്ടിങ് കൂടി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ആൻഡ് യു ആർ ഗുഡ് ടു ഗോ. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾ സ്പോട്സ്, ഡാർക്ക് സ്പോട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈം റൂട്ടീനിൽ വേണമെങ്കിൽ ഒരു വൈറ്റമിൻ C സിറം മാത്രം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് സൺസ്ക്രീനിന് തൊട്ട് മുമ്പേ ആയിരിക്കും മോർണിംഗ് ടൈമിൽ അപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ, അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യേണ്ടതും കെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഡെയിലി ബേസിസിലല്ലാതെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കൺസേൺസ് എന്താണെന്നുള്ളത് നോക്കുക. ചിലവർക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ കൊമഡോണൽ ആക്നെ, ഒരു ചെറിയ ബംപി ഗ്രോത്ത്, ചെറിയ ചെറിയ നമ്മുടെ സ്കിന്നിന്റെ കളറിൽ തന്നെയുള്ള ഈ പോർഷൻസിലും നെറ്റിയിലൊക്കെ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് കാണുന്നത് സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ പ്യൂബർട്ടൽ ഏജിലുള്ള ആൾക്കാരിലാണ്. ഇത് മെയിൻലി സംഭവിക്കുന്നത് നിങ്ങളുടെ ചെറിയ ഓയിൽ ഗ്ലാൻസിന്റെ
ഒബ്സ്ട്രക്ഷൻ മൂലം അതിന് കറക്റ്റായിട്ട് സിബം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഓവർ പ്രൊഡക്ഷൻ വരുന്നു, അത് അവിടെ ക്ലോഗ് ആയി നിൽക്കുന്നു അതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കേസസിൽ നിങ്ങൾ ചെറിയ ഒരു സാലിസിലിക് ബേസിസ് ഉള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ റൂട്ടീനിൽ നിങ്ങൾക്ക് വൺസ് ഇൻ എ വൈൽ മാത്രം ആഡ് ചെയ്യുക. എപ്പോഴും നോട്ട് ചെയ്യുക, സ്ഥിരമായി സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. പലപ്പോഴും അത് ആൾക്കാരുടെ സ്കിൻ ഇറിറ്റേഷൻസിന് കാരണമാവാറുണ്ട്. അത് മറ്റു ഡ്രൈനെസ്സും വേറെ ബ്രേക്ക്ഔട്ട്സിനും റീസൺ ആയേക്കാം. ഒന്നല്ലെങ്കിൽ മൈൽഡർ കോൺസെൻട്രേഷനിലുള്ള സാലിസിലിക് ആസിഡ് സീറംസ്, അതല്ലാന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ക്വാളിറ്റിയിലുള്ളത്. നിങ്ങൾക്ക് അതിന്റെ റിവ്യൂസ് നോക്കിയിട്ട് ഒരു 0.2% അങ്ങനെ എന്തെങ്കിലും ഉള്ള ഫേസ് വാഷുകൾ വൺസ് ഇൻ എ വീക്ക് ഓർ ട്വൈസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഏരിയാസ് കൺസേൺഡ് ആണ്, ഇപ്പൊ നോസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ മാത്രം യൂസ് ചെയ്താലും മതി. എപ്പോഴും ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അതൊന്നല്ലെങ്കിൽ നിങ്ങളുടെ ചിന്നിന്റെ പുറകു വശത്തോ കയ്യിന്റെ ഉൾവശത്തോ അത് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇറിറ്റേഷൻസോ അലർജീസോ വരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ഡെലിക്കേറ്റ് സ്കിന്നിൽ, സ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് മന്ത്ലി ബേസിസിൽ വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ടീനേജ്, അതായത് 25 താഴെയുള്ളവർക്കും 25 മേലെയുള്ളവർക്കും ഈക്വലി യൂസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ യൂസ് ആൻ ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് സീറം, അല്ലെങ്കിൽ നമുക്ക് സേഫർ ആയിട്ടുള്ള ഷീറ്റ് മാസ്ക്സ് അവൈലബിൾ ആണ്. വൺസ് ഇൻ എ മന്ത് ഓർ ട്വൈസ് ഇൻ എ മന്ത് മാത്രമായിട്ട് ഇനീഷ്യലി യൂസ് ചെയ്യാം. എപ്പോഴും പ്രൊഡക്റ്റുകൾ ഇനീഷ്യലി ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാതെ നിങ്ങളുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ചെറിയ ഗ്യാപ്പ് കൊടുക്കുക. മാസത്തിലൊരിക്കൽ, മാസത്തിൽ 2 തവണ, പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ ആയിട്ട് മാത്രം കൂട്ടി വരാം. ഏത് ആക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തിയ ഉടനെയുള്ള ബാഡ് ഇഫക്ട്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉടനടി തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി യങ്ങർ ലുക്കിംഗ് സ്കിന്നിനും ഗ്ലോയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്നീസ് ഉണ്ടോ, അതിന്റെ കാറ്റഗറീസ് ഏതാന്നുള്ളത് മനസ്സിലാക്കാം. ഓൾറെഡി മുന്നേ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിൻ കൺസേൺ സംബന്ധിച്ചിട്ടുള്ള ആക്നീന്റെ കാറ്റഗറീസും ടൈപ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റെഫറൻസ് ആയിട്ട് അത് യൂസ് ചെയ്യാം. അങ്ങനെ പോകാത്ത ആക്നി ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ ആക്നി അല്ലെങ്കിൽ മുഖക്കുരു ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നനുസരിച്ചിട്ട് അതിനുള്ള മെഡിക്കൽ ഹെൽപ്പ് ഇതിന്റെ കൂടെ ഉറപ്പുവരുത്താം. ഒട്ടുമിക്ക കേസസിലും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പെയിൻഫുൾ ആക്നി അല്ലെങ്കിൽ നല്ല പഴുപ്പ് നിറഞ്ഞിട്ടുള്ള ആക്നി ഒക്കെ വരുന്നത് ഹോർമോണൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഇതിനൊരു ഏജ് ഗ്രൂപ്പ് പെർട്ടിക്കുലർ കാറ്റഗറി ആയിട്ടില്ല. എൽഡർ ഏജ് ഗ്രൂപ്പ്, അതായത് മുതിർന്നവരാണെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ആവാം. യങ്ങർ കാറ്റഗറിയിലാണെങ്കിൽ ഒന്നെങ്കിൽ പ്യൂബർട്ടൽ പ്രോബ്ലം അല്ലെങ്കിൽ PCOD പോലുള്ള ഇഷ്യൂസ്. രണ്ടെണ്ണത്തിലും മെഡിക്കൽ ഹെൽപ്പ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് തിങ്, യു ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹണി, ടെർമറിക്, നാരങ്ങ പോലുള്ള സാധനങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മുഖത്ത് തേക്കരുത്. ഒരുപാട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റിയും ടിപ്പുകളും തരുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെൻസിറ്റീവ് സ്കിന്നിനെ വളരെയധികം കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ്. നോർമലി ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ സെൻസിറ്റീവ് കാറ്റഗറി പെട്ട ഏതൊരാൾക്കും ഇതുമൂലം ഇറിറ്റേഷൻസോ മറ്റെന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു സേഫർ ഓപ്ഷൻ ആയിരിക്കും. ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്നാൽ വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാറ്റഗറി പ്രൊഡക്ട്സും ഉണ്ട്. അതിൽ പെട്ടതാണ് ചന്ദനം, അതായത് സാൻഡൽവുഡ്. സാൻഡൽവുഡ് പൗഡർ ആയിട്ടൊന്നും വാങ്ങാതെ തന്നെ അതിന്റെ കട്ടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുർവേദ ഷോപ്പുകളിലോ മറ്റു നാച്ചുറൽ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഷോപ്പുകളിലോ അവൈലബിൾ ആണ്. ഓവറായിട്ട് ആക്നെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിങ്ങൾക്ക് റബ്ബ് ചെയ്തിട്ട് വെള്ളത്തിനോട് മിക്സ് ചെയ്തിട്ടോ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് വെക്കാം. ഓവർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് ചെയ്യാം. ഇത് ഓരോ വീക്ക്ലി വൺസോ മന്ത്ലി ട്വൈസോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രക്തചന്ദനം. പക്ഷേ രക്തചന്ദനത്തിൻ്റെയും ഡു നോട്ട് യൂസ് ദ പൗഡർ. ഒരിക്കലും പൗഡേഴ്സ് യൂസ് ചെയ്യാതെ മാക്സിമം അതിൻ്റെ ബ്ലോക്സ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അതൊന്നും കൂടി നാച്ചുറൽ ആയിരിക്കും. അത് യൂസ് ചെയ്യുന്നതാണ് സേഫർ ഓപ്ഷൻസ്. അതേപോലെ സേഫായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നീം ലീവ്സ്. മാക്സിമം ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത യൂസുകൾ മാത്രം, അതായത് ഗുണങ്ങൾ മാത്രം കണ്ടുവരുന്ന പ്രൊഡക്റ്റുകളിൽ പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് വീട്ടിലോ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നാച്ചുറലി എടുക്കുക, നന്നായി വാഷ് ചെയ്യുക. ചെറിയ ചൂട് വെള്ളത്തിൽ അത് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്ത് മുഖം കഴുകുന്നത്, കുളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്.
ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ വളരെയധികം സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന പൊട്ടന്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഹണി അഥവാ നിങ്ങൾക്ക് ടെർമറിക്, നാരങ്ങ പോലുള്ള പ്രൊഡക്ട്സ് ഒന്നും പ്ലീസ് ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. തക്കാളി പോലുള്ളതൊക്കെ അതൊക്കെ അസിഡിക് ബേസ് ഉള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യത ഒന്നും കൂടി കൂടിയേക്കാം. ഇനിയാണ് തേർഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ഓൾറെഡി ഉള്ള ഇഷ്യൂസിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഉള്ള സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ്, വേണ്ട പ്രൊഡക്ട്സ് എന്താന്നുള്ളത് നോക്കി. ഇനി നമുക്ക് ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഓൾറെഡി പറഞ്ഞ റൂട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെറ്റിനോൾ അല്ലെങ്കിൽ ട്രെറ്റിനോയിഡ് ബേസ്ഡ് പ്രൊഡക്റ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏജിങ് ഫൈൻ ലൈൻസിനൊക്കെ ഒരുപാട് കുറയ്ക്കും. അതുപോലെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയിട്ടുള്ള കാര്യമുണ്ട്. വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ബോഡി ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ സകലമാനം നടക്കുന്നതും. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാ ശരീരത്തിലെ ഭാഗങ്ങളെയും എഫക്റ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് അവർ സ്കിൻ ആൻഡ് ഹെയർ ടു. നമ്മുടെ അപ്പിയറൻസിനെ എഫക്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളെയും നമ്മളെ എഫക്ട് ചെയ്യുന്നത് ഫുഡ് തന്നെയാണ്. ഫുഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്കിന്നിൽ വളരെ വേണ്ടപ്പെട്ട ന്യൂട്രിയൻസ് നമുക്ക് നോക്കാം. ഒന്നാണ് ഗ്ലൂട്ടതയോൺ. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടാവും. സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ, അതായത് ഡാർക്ക് സ്പോട്ട്സ് വരുന്നത്, ആക്നെ മാർക്സ് നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് മെലാനിൻ സിന്തസിസിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. ഗ്ലൂട്ടതയോൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ പോലുള്ളവ. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചീര, സ്പിനാച്ച് പോലുള്ള കാര്യങ്ങളും ഇതിന് വളരെ നല്ല സോഴ്സുകളാണ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് കൊളാജൻ. കൊളാജൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ റിപ്പയറിനും ബിൽഡിങ്ങിനും സ്ട്രെങ്ത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെയും ഇലാസ്റ്റിസിറ്റിനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊളാജൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഒന്നുള്ളതാണ് ബോൺ ബ്രോത്ത്, അതായത് നമ്മുടെ എല്ലിന്റെ ഒക്കെ സൂപ്പ് കഴിക്കുന്നത്, ചിക്കൻ മൊത്തത്തിൽ കഴിക്കുന്നത്, ഫിഷ് കഴിക്കുന്നത്, എഗ്, ഇതൊക്കെ അതിനുള്ള നല്ല സോഴ്സുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ഓൺ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മിനറൽ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻ സി. നമ്മുടെ ഓറഞ്ചുകളിൽ, മൊസംബി, ടൊമാറ്റോ, അതായത് തക്കാളിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇത് കൊളാജൻ പ്രൊഡക്ഷനെയും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് വൈറ്റമിൻ സി ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കൊളാജന്റെ പ്രൊഡക്ഷനെയും കൂടി അത് എഫക്ട് ചെയ്യും. ഇതിന് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ് നെല്ലിക്ക. നെല്ലിക്ക ഹണിയിൽ കുതിർത്തതോ അല്ലെങ്കിൽ ഡയറക്ട്ലി ഡെയിലി നെല്ലിക്കയുടെ ജ്യൂസ് കഴിക്കുന്നത്, മൊസംബിയുടെ ജ്യൂസ് കഴിക്കുന്നത്, നാരങ്ങ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അലർജിക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും തുമ്മൽ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കരുത്. എന്തെങ്കിലും കട്ടിയുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അലർജിക്ക് ഇതൊരു ഇഷ്യൂ ആയി മാറിയേക്കാം. ഇനിയുള്ളതാണ് വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ്, നമ്മളെ ഏജിങ്ങിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന, സ്കിൻ റീജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. അതാണ് റെസവെട്രോൾ. ഇത് പലർക്കും അറിയാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും വളരെ ലിമിറ്റഡ് ആണ്. ഒന്നുള്ളതാണ് വൈൻ. നമുക്ക് റെഡ് വൈൻ പോലത്തെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വൈൻ കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സസും ഇത് പ്രൊവൈഡ് ചെയ്യും. അതായത് ഗ്രേപ്സ്, ബ്ലൂബെറീസ്, ബ്ലാക്ക്ബെറീസ് പോലുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ കുറച്ചെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തിന് ഇത് ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലർക്കും അറിയാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇനോസിറ്റോൾ. നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ആക്നെ, ഹോർമോണൽ സ്കിൻ ഇഷ്യൂസ് അത് മൂലം വരുന്ന സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇനോസിറ്റോൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതാണ് സിട്രസ് ഫ്രൂട്ട്സ്. ഒന്ന് ഓറഞ്ച്, മുസംബി പോലുള്ള സാധനങ്ങൾ, മസ്ക് മെലൻ പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ നല്ലൊരു സോഴ്സ് ആയിരിക്കും. പിന്നെയുള്ളതാണ് രാജ്മ, ബീൻസ്, ചെറുപയർ പോലുള്ളതിലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ വീഡിയോന്റെ അവസാനത്തിൽ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ബാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ സ്കിൻ കാറ്റഗറി അതിന് ബേസ് ചെയ്തിട്ടാണ് എല്ലാ പ്രൊഡക്ട്സും വരുന്നത്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുക? യെസ്, അത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് ഫുൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, പാഡ് ഡ്രൈ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഏത് ഭാഗത്താണ് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഈ ടീ സോണിലാണ് ഓയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ചിൻ, നോസ്, ഈ ചീക്സിന്റെ നടുഭാഗത്തും ഫോർഹെഡിലാണെങ്കിൽ നിങ്ങൾക്കുള്ളത് കോമ്പിനേഷൻ സ്കിൻ ആണ്. കംപ്ലീറ്റ് ഫേസിൽ ഓയിൽ വരുന്നുണ്ടെങ്കിൽ ഓയിൽ കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ ഓയിലി സ്കിൻ കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്. അതല്ലാതെ ഫേസ് വളരെ ഡ്രൈ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ കാറ്റഗറിയിലാണ് ഉള്ളത്.
ചിലവരിൽ ഇതൊന്നും അല്ലാതെ തന്നെ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും വളരെയധികം ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ യു ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് സെൻസിറ്റീവ് സ്കിൻ. ഇങ്ങനത്തെ ഉള്ളവരാണ് ഏറ്റവും കെയർഫുൾ ആവേണ്ടത്. ഏത് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും എപ്പോഴും ഈ ജോ ലൈന് താഴെയോ ചെവിക്ക് പുറകിലോ യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഇനീഷ്യലി ഒരു ചെറിയ ടിംഗ്ലിംഗ് അല്ലെങ്കിൽ കോൾഡ് ഫീലിംഗ് ഉണ്ടാവാം. അതല്ലാതെ പ്രിക്കിംഗ്, പെയിൻ, വേദന, ഇറിറ്റേഷൻ, ബേണിംഗ് ഇതുപോലത്തെ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് യൂസ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും സ്കിൻ ഹെൽത്ത് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഞാൻ ഡോക്ടർ റിഹാന റഷീദ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.